ഷാജി, ഈ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് എങ്ങനെയാണ് കൊലപാതകം ഉണ്ടായത്? പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമഗ്രമായ റിപ്പോർട്ടുകളൊക്കെ ലഭ്യമാകുന്നതല്ലേ ഉള്ളൂ. പോലീസ് എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്? ഏതൊക്കെ ക്രൂരതകളാണ് ഇതിൽ ഈ കൗമാരക്കാർ ആഡ് ചെയ്തത്? അതൊന്ന് പറയാമോ? ജിംഷാദ്, ശനിയാഴ്ചയാണ് ഈ 3 കൂട്ടുകാരെയും വീട്ടിൽ വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ നിന്ന് മാറിയായിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം അവിടെ മുളക് പൊടി വിതറിയും മറ്റും പ്രതികൾ പോലീസിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ പോലീസ് അതീവ ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം, അവിടെ ഇദ്ദേഹത്തെ, അതായത് ഈ മുത്തശ്ശനെ തലയ്ക്ക് ആഴമേറിയ 2 മുറിവുകൾ, ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടതാണ്. ആഴമേറിയ 2 മുറിവുകൾ, ശരീരത്തിൽ ഒട്ടനവധി മുറിവുകൾ, കഴുത്ത് ഞെരിച്ചതിന്റെ പാടുകൾ. അങ്ങനെ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ 3 പേരും എത്തിയത്. കയ്യിലുണ്ടായിരുന്ന മാരകമായിട്ടുള്ള ഏതെങ്കിലും വടികളോ ഇരുമ്പ് വടിയോ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് തലയ്ക്കും ശരീരത്തൊക്കെ അടിക്കുക, കൈകാലുകളൊക്കെ പൂർണ്ണമായിട്ട് ബന്ധിച്ചിടുക, അതിനുശേഷം കഴുത്ത് ഞെരിച്ച് അയാൾ മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരു കൊലപാതകമാണ് നടന്നതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുന്നത്. തീർച്ചയായും. അതായത് ഷാജി, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ വയോവൃദ്ധനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി മോഷണം മാത്രം നടത്താതെ ഈ കൊലപാതകത്തിലേക്ക് പോയത് എന്താണ് അതിനെക്കുറിച്ച് പോലീസ് പറയുന്നത്? പോലീസ് അത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇപ്പോൾ ജുവനൈൽ ആക്ട് പ്രകാരമുള്ള പ്രതികളായതുകൊണ്ട് തന്നെ സാധാരണ ഒരു കേസിൽ പോലീസ് പറയുന്നത് പോലെ പോലീസിനൊന്നും തുറന്നു പറയാൻ കഴിയുന്നില്ല. ഇനി പെൺകുട്ടിയും മുത്തച്ഛനും തമ്മിൽ മറ്റു വല്ല ശത്രുതയും ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നു. അല്ലെങ്കിൽ ഇത്ര ക്രൂരമായിട്ട് മുത്തച്ഛനെ കൊലപ്പെടുത്തുകയും അത് മൊബൈൽ വീഡിയോയിലൂടെ ലൈവായിട്ട് കാണുക എന്ന് പറയുമ്പോൾ തന്നെ അതിന് പിന്നിൽ മറ്റു പല ഉപദ്രവങ്ങളും ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി അടക്കം 4 പേരും പ്രതികളാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. പോലീസ് അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. മറ്റു കാര്യങ്ങൾ ഇന്ന് വൈകിട്ടോടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ഒന്ന് ചേരുകയാണ്. ഷാജി, ശ്രീ ജോർജ് ജോസഫ്, എന്താണ് ഈ കേൾക്കുന്നത്? എങ്ങനെയാണ് ഒരു 13-കാരിക്ക് ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനാകുന്നത്? എന്തായിരിക്കും ഇതിൻ്റെ താങ്കളുടെ ഒരു അനുഭവം വെച്ച്? ഇല്ല, നമ്മുടെ കുട്ടികളെല്ലാം ഒരു ക്രിമിനൽ ടെൻഡൻസിയിലോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. മലയാളി മൈനറായ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികളെല്ലാം ചെറുപ്പം മുതലേ ആ കുട്ടികള് ഈ മൊബൈൽ ഫോണല്ലേ കാണുന്നത്. നമുക്ക് ഈ കൊച്ചു കരയുമ്പോൾ കൊച്ചിനെ പായി കിടത്തിയിട്ട് അമ്മമാര് ഒരു മൊബൈൽ ഓൺ ചെയ്തൊരു പാട്ടങ്ങ് കൂടും. അതിപ്പം സർവ്വസാധാരണമായിട്ട് ഞാൻ കാണുന്ന ആശുപത്രി കരയുമ്പോൾ ഈ മൊബൈൽ ഫോണിന് അതൊരു പാട്ട് തപ്പി കൊടുക്കുകയാണ്. അവിടെ മൂലം അങ്ങ് അഡിക്ഷൻ തുടങ്ങുകയല്ലേ കുട്ടികൾക്ക്. ഈ മൊബൈൽ ഫോണിലുള്ള അഡിക്ഷൻ ചെറുപ്രായത്തിൽ 1 വയസ്സ് 2 വയസ്സുള്ളപ്പം മൂലം അങ്ങ് തുടങ്ങുകയാണ്. പിന്നെ അതിനകത്ത് കാണുന്ന സർവ്വ ക്രൈമുകളും ഇത് പഠിക്കുകയാണ് കാണാപ്പാടം. പിന്നെ അതിന് നല്ല വശം പറഞ്ഞു കൊടുക്കാനൊന്നും ആരും ഈ കുട്ടികൾക്ക്, ഇതുപോലുള്ള കുട്ടികൾക്ക് ഇല്ല. കാരണം അത് അമ്മയുടെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടിയാണ് ഇത്. രണ്ടാമത് അമ്മ വേറെ കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ കുട്ടിയുടെ ചെറുപ്പത്തിലുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നു. പക്ഷെ ആ കുട്ടിയുടെ കോണ്ടാക്ട് അത് ഡ്രഗ്സ് അടിക്കുന്ന പയ്യന്മാരും 10-15 അതും മൈനറായ ആ കൂട്ടുകെട്ടുകൾ, അവരൊക്കെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ചിന്തിക്കുകയും അങ്ങനെ ജീവിക്കുകയും പണം ഉണ്ടാക്കാൻ ഏത് മാർഗം ഉപയോഗിച്ചാലും പണം ഉണ്ടാക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരാണ് ആ 16-17 വയസ്സുള്ള കുട്ടികളും. ഈ പെൺകുട്ടി അങ്ങനെയാണ്. ഇതിന്റെ പ്ലാനിങ് എല്ലാം നമ്മൾ ആലോചിക്കണം. ഒരു പെൺകുട്ടിയാണ്, അവളാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. എവിടാ പൈസ ഇരിക്കുന്നതെന്ന്, എവിടാ ഗോൾഡ് ഇരിക്കുന്നതെന്ന്, എങ്ങനെയാണ് വീട്ടിൽ കയറേണ്ടതെന്ന്, വഴി ഇന്നടത്താണെന്നും ഒക്കെ. അതേ സമയത്ത് ആ പെൺകുട്ടിയുടെ വല്യപ്പൻ ശിവൻകുട്ടി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിന് ആ ഓപ്പറേഷൻ രീതി തന്നെ കണ്ടില്ലേ? ആ പയ്യന്മാര് അവിടുന്ന് ട്രെയിനിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ ഡയറക്റ്റ് ചെയ്തനുസരിച്ച് വീടിന്റെ പിൻവശത്ത് അവിടുത്തെ ബാത്റൂമിന്റെ മുകളിലെ ഷീറ്റിലൊക്കെ അതിലൂടെ കയറണമെന്നാണ് ഇവള് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരു 13 വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചോണം. ഒരു പ്രൊഫഷണലായ കള്ളന്മാര് കാണിക്കുന്ന അപ്പുറത്തെ തിങ്കിങ് ആണ് ഇവർക്ക് വരുന്നത്. അതൊക്കെ ഈ ചാനലിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. ഈ ക്രൈം റിലേറ്റഡ് ആയത് മാത്രമാണ് ഇവർ കാണുന്നത്. അപ്പൊ അതിന്റെ ദൂഷ്യവശങ്ങളൊന്നും ചിന്തിക്കത്തില്ല. വല്യപ്പൻ സ്വന്തം വല്യപ്പനാണ്, അമ്മയുടെ അച്ഛനാണ്. ആ അച്ഛനെ കൊന്നിട്ട് പണമെടുത്ത് സ്വന്തം കാര്യം നോക്കാനായിട്ട് മറ്റേ പയ്യന്മാർക്ക് അവർക്കൊരു ഐഫോൺ വാങ്ങിക്കണം,
അവർക്ക് ഒരു തീർച്ചയായും. 2 വീലർ വാങ്ങിക്കണം. ഇതൊക്കെ ആ ആഗ്രഹം ഈ കുട്ടിയുടെ മനസ്സിൽ. അതിനാ വല്യപ്പനെ കൊന്നാലും വേണ്ടില്ല, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആ മനസ്സ്, അത് നമ്മളെ എന്തുമാത്രം ആലോചിച്ചിട്ടും അങ്ങനെ അതെ അതെ വളർന്നു അത് വന്നു. കറക്റ്റാണ്, വളരെ ശരിയായ നിരീക്ഷണമാണ്. അത് എങ്ങനെയാണ് എന്ന് ഇത്രയും കേസന്വേഷണങ്ങളുടെ പശ്ചാത്തലവും പരിചയമുള്ള ശ്രീ ജോർജ് ജോസഫിനെ പോലുള്ളവർക്ക് പോലും ഇതിൽ അത്ഭുതം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ കുട്ടി ഇത്രയും പ്രൊഫഷണൽ രീതിയിൽ ഇവർ ഒക്കെ ഈ കുട്ടികൾ ഇത്തരത്തിലൊരു ക്രൈം ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ കൊലപാതകം നടത്താതെ മോഷണം നടത്തി പോകാതെ കൊലപാതകം നടത്തുന്നതിലേക്ക് വരെ നയിച്ചതെന്താണ് എന്നൊക്കെ ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതിൻ്റെ സമഗ്രമായ അന്വേഷണം പുരോഗമിക്കട്ടെ. എന്തായാലും ഇതിലെ സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ കൂടി നൽകിയത്.